വീട്ടിലത്തേക്ക് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഓരോന്നായിട്ട് ഇടുമ്പോൾ പറയാം. ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ചൂടാകട്ടെ. നമുക്കപ്പോഴത്തേക്ക് ചൂടായ നെയ്യിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് കൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായി കരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ്. സവാളയിൽ വെള്ളം ഉണ്ടാക്കിയിട്ട് ചത്തം കൊടുക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമണം ഒന്ന് മാറണം. അതിന് പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇതങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഇതിലേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുകയാണ്. 2 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി അരച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. വേവിച്ച് വെച്ചിരുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചോറ് റെഡിയായിട്ടുണ്ട്. ചൂടോടെ കഴിക്കാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.